ഹലോ, ഞങ്ങളൊന്ന് എറണാകുളം വരെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. എറണാകുളത്ത് അമൃത ടി വിയുടെ സൂപ്പർ സ്റ്റാർ എന്നൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അനിയൻ്റെ ഓട്ടോയിൽ പച്ചിലക്കാട് വരെ എത്തി കേട്ടോ. പച്ചിലക്കാട് നിന്ന് KSRTC ബസ്സിനാണ് കോഴിക്കോടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളെ പപ്പുച്ചേട്ടൻ പറഞ്ഞ താമരശ്ശേരി ചുരവും കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേനും കോഴിക്കോട് ഗ്യാരേജിലെത്തിയേ. അവിടെ തൊട്ടടുത്തുള്ള ലിബർട്ടി ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ. എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല കുറുവരി ചോറും സാമ്പാറും ഉപ്പേരി അച്ചാറും പപ്പടമൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങളൊരു സദ്യ കഴിച്ചു കേട്ടോ. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നല്ല സദ്യ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ഇതാ പോവുകയാണേ. ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ, ചെറിയ ബ്ലോക്കും ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ മഴയത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോൻ പുറത്തേക്ക് കൈ ചൂണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ. അപ്പം ഞങ്ങൾ ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. അപ്പം നമുക്ക് പോകേണ്ട ട്രെയിൻ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയമുണ്ട്. അപ്പം ഞങ്ങൾ നടന്ന് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ട്രെയിൻ സീറ്റൊക്കെ കാലിയായിരുന്നു. അപ്പം ഞാൻ മോന് ചെറിയ സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങി അത് വാങ്ങി തിരിച്ചെത്തി. ട്രെയിനിലെത്തിയപ്പോഴത്തേനും സീറ്റ് ഫില്ലായിട്ടുണ്ട്. അങ്ങനെ ഇതാ കോഴിക്കോട് നിന്ന് ട്രെയിൻ എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല സ്പീഡായിട്ടോ വണ്ടി. അങ്ങനെ സ്പീഡായി തുടങ്ങിയ സമയത്താണ് മോന് റീൽസ് കാണണമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വന്നത്. അപ്പോൾ അവന് റീൽസ് എടുത്ത് കൊടുത്തിട്ട് അവനെ സീറ്റിലിരുത്തി അവനത് കാണുകയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടേ. അപ്പം ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ അതാ മോനും അമ്മയും കൂടി നല്ല കളിയാണ് കേട്ടോ. അവർ കൈയും കൊണ്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് കാഴ്ചയൊക്കെ കണ്ട് ഇതാ ഞങ്ങൾ വീണ്ടും അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് മോൻ എന്താ സ്നാക്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ബിങ്കോയാണ്. അപ്പോൾ തൊട്ട് ബേക്കിലുള്ള ചേട്ടനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ചേട്ടനുമായിട്ട് നല്ല തമാശയൊക്കെ പറയുന്നുണ്ടോ, ചേട്ടന് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഭാരതപ്പുഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ സൈഡിൽ വന്ന് നിന്നേ. അപ്പം ട്രെയിനിൻ്റെ സൈഡിന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ച. അങ്ങനെ ഇതാ നമ്മളെ ഷൊർണൂർ ജംഗ്ഷൻ എത്തി കേട്ടോ. അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മളെ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരേന്ന് നമുക്കിതാ നമ്മളെ ഫ്ലൈറ്റ് കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ എറണാകുളത്ത് എത്തി കേട്ടോ. അപ്പം ഞങ്ങൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ എസ്കലേറ്ററിൽ കയറി ഇങ്ങനെ പോവുകയാണ്. ഞാൻ ആദ്യം 1-2 തവണ ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഭാര്യയും മോനും ആദ്യമായിട്ടാണ് എസ്കലേറ്റർ കയറുന്നത്. അപ്പം ഞങ്ങളിതാ പ്ലാറ്റ്ഫോമിലെത്തിയേ. ട്രെയിന് വരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ മെട്രോ എത്തി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്പിളിയും മോനും ഇതിൽ കയറുന്നത്. അങ്ങനെ കയറി നമ്മൾ ഓഫീസും സ്കൂളൊക്കെ വിട്ട സമയമായതുകൊണ്ട് സീറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെട്രോയിൽ ഇറങ്ങി അങ്ങനെ നടന്ന് നമുക്ക് മെർമെയ്ഡ് ഹോട്ടലിലാണ് അമൃത ടി വിക്കാർ റൂം എടുത്ത് തന്നത്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. ഫോമൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് റൂമൊക്കെ റെഡിയായി. ഞങ്ങളങ്ങനെ ഇതാ ലിഫ്റ്റ് കയറി ഞങ്ങൾ മേലേക്ക് പോവുകയാണ്. 6ാം നിലയിലാണ് നമുക്ക് റൂം കിട്ടിയത്. അപ്പം ഞങ്ങൾ റൂമിലെത്തി. നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ പുറത്തേക്ക് കാണുന്നത്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നല്ല വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് ചായ കുടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബേക്കറി കയറി. മോനൊരു കേക്കും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ചായയും കുടിച്ച്. അങ്ങനെ മോനൊരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബിസ്ക്കറ്റ് നോക്കി. നല്ലൊരു ബിസ്ക്കറ്റും കിട്ടി കേട്ടോ. അതിൽ നിന്ന് ഞങ്ങളൊരു ബിസ്ക്കറ്റ് എടുത്തേ. അങ്ങനെ ബിസ്ക്കറ്റ് എടുത്ത് ഞങ്ങളത് ബില്ലാക്കി. അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളവും വാങ്ങി. ഞങ്ങളങ്ങനെ അപ്പോഴത്തേനും നമ്മൾ അമൃത ടി വിൻ്റെ വണ്ടി വന്ന് നമ്മളെ കൂട്ടാൻ. അങ്ങനെ ഞങ്ങൾ അമൃത ടി വിയിലെത്തി. നമ്മളെ മത്സരാർത്ഥികളും അവരെ രക്ഷിതാക്കളൊക്കെ ഇതാ അങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. അവരെയൊക്കെ പരിചയപ്പെട്ടു. അവരെ കൂടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിലെത്തി കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇതാ നമ്മളെ ഫ്ലോറിലെത്തിയേ. അപ്പോൾ അവർ ഷൂട്ടിങ്ങിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമ്മളെ പ്രിയപ്പെട്ട ശരത് സാറിനെ ആദ്യമായിട്ട് കണ്ടു കേട്ടോ ഞങ്ങൾ. എന്തായാലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ശരത് സാറിൻ്റെയും എല്ലാവരെയും കൂടി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾക്ക് മനസ്സ് നിറച്ചും തൃപ്തിയായി. ഇതാ ഇനി അടുത്തൊരു വീഡിയോ വരെ. ബായ്.